ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പത്തരമാറ്റ് സീരിയലിലെ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നന്ദുവിനെയാണെന്നുണ്ടെങ്കിൽ നവ്യയുടെ കൂട്ടുകാർ പറയണത് അനുസരിച്ചിട്ട് ആദർശ് കറക്റ്റ് സമയത്ത് വന്നിട്ട് നന്ദുവിനെ അവിടെ നിന്ന് രക്ഷിക്കാട്ടോ ചെയ്യണത്. അതായത് നവ്യ രക്ഷിച്ചപ്പോൾ തന്നെയാണ് ആദർശ് രക്ഷിച്ചെങ്കിലും, കാരണം നവ്യയാണല്ലോ ആ കാര്യം കറക്റ്റായിട്ട് ആദർശിനെ പറഞ്ഞറിയിച്ചത്. അല്ലെങ്കിൽ ആദർശ് അവിടെ എങ്ങനെ എത്താനാ? അതുകൊണ്ട് നവ്യക്ക് തന്നെയാണ് ഫുൾ ക്രെഡിറ്റും കൊടുക്കേണ്ടത്. അങ്ങനെ ആദർശ് അവിടെ കറക്റ്റായിട്ട് വന്നിട്ട് നന്ദുവിനെ അവിടെ രക്ഷിക്കുന്നുണ്ട്. രക്ഷിച്ചതിന് ശേഷം ആ ഒരു മൊബൈലിലേക്ക്, അതായത് ആ ഗുണ്ടയുടെ മൊബൈലിലേക്ക് നാഗേന്ദ്രൻ വിളിച്ചിരുന്നല്ലോ, ആ ഒരു ഗുണ്ടയുടെ മൊബൈല് നമ്മുടെ നന്ദു കൈക്കലാക്കാട്ടോ. എന്നിട്ട് ആദർശനോട് പറയണ്ട, ആദർശട്ടാ ഈ ഫോണിലേക്ക് ആ ഒരാളുണ്ടല്ലോ, നമ്മൾ അന്വേഷിച്ചേക്കുന്ന ആള്, എന്നെ തട്ടിക്കൊണ്ടുപോകാൻ പറഞ്ഞ ആള്, അയാൾ ഈ നമ്പറിലേക്ക്, ഈ ഫോണിലേക്ക് കോൾ ചെയ്തിരുന്നു, നമുക്ക് ആ നമ്പർ ട്രാക്ക് ചെയ്യാം. ശരി നന്ദു എന്ന് പറഞ്ഞിട്ട് അവര് വേഗം തന്നെ വണ്ടിയിലേക്ക് കയറിയിട്ട് പുറത്തേക്ക് പോവാട്ടോ. എന്നിട്ട് ആദർശാണെങ്കിൽ നമ്മുടെ സേവിയറിൻ്റെ കയ്യിൽ നമ്പർ കൊടുക്കുന്നുണ്ട്, ഈ ലൊക്കേഷൻ എവിടെയാണെന്ന് പെട്ടെന്ന് തന്നെ പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട്. അതേസമയം നന്ദു ആണെങ്കിൽ സൈബർ സെല്ലിൽ നമ്പർ കൊടുക്കുന്നുണ്ട്. ആദർശിനെ സേവിയർ വിളിക്കണ്ട്, എടാ ഇത് നിങ്ങളുടെ നിൽക്കുന്നതിന് തൊട്ടടുത്ത് തന്നെയാണുള്ളത്, അവിടെ നിന്ന് കുറച്ചങ്ങോട്ട് മാറിയിട്ട് ഇങ്ങനെ സ്ഥലവും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാട്ടോ. ആദർശും നന്ദും ആ സമയത്ത് തന്നെ അവിടേക്ക് എത്തുകയാണ്. ആ വീട് അടച്ചു പൂട്ടിയ രീതിയിലാണ് കേട്ടോ. ആദർശ് പറയുന്നുണ്ട്, ഈ വീട്ടിൽ ആരും ഇല്ലെന്ന് തോന്നണല്ലോ നന്ദു എന്ന് പറയുമ്പോൾ നന്ദു പറയുന്നുണ്ട്, നമ്മൾ വരുന്ന കാര്യം അയാൾക്ക് മനസ്സിലായി കാണുമായിരിക്കും, ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടിട്ടുണ്ടാവുമായിരിക്കും എന്നിങ്ങനെ പറയാണ്. അതിനുശേഷം നന്ദുവിനെയും കൂട്ടിക്കൊണ്ട് ആദർശത്തേരെ വീട്ടിലേക്കാണ് പോണത്. കാരണം നന്ദുവിനെ ഈ രാത്രി വീട്ടിലേക്ക് പറഞ്ഞയച്ചു കഴിഞ്ഞാൽ ശരിയാവില്ല. കാരണം എവിടെ പോയി എന്ത് പോയി എന്നൊക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും കനക. അതുകൊണ്ട് തന്നെ നയനെടുത്താണ് കൊണ്ടുപോണത്. ശേഷം കാണിക്കുന്നത് നന്ദുവിനെയാണ്. രാവിലെ തന്നെ നന്ദുവിനെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു രേഖാചിത്രം ഉണ്ടല്ലോ, അതിൻ്റെ ക്ലിയർ ആയിട്ടുള്ള ഒരു ഫോട്ടോ കിട്ടി കേട്ടോ. ആ ഫോട്ടോ നമ്മുടെ ആദർശിനെ കാണിച്ചു കൊടുക്കുന്ന നന്ദു. എന്നിട്ട് പറയുന്നുണ്ട്, ആദർശിട്ടാ നമ്മൾ അന്വേഷിക്കുന്ന ആ ശത്രു ഇയാൾ തന്നെയാണ്, അത് ഉറപ്പാണ്. മുത്തശ്ശനും അതുപോലെ തന്നെ ആദർശേട്ടൻ്റെ അച്ഛനൊക്കെ കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇയാൾ ആരാന്ന് അറിയാൻ സാധിക്കും എന്ന് പറയാണ്. ആദർശ് അത് അപ്പം തന്നെ തൻ്റെ അച്ഛന് അയച്ചു കൊടുക്കുന്നുണ്ട്. ഫോട്ടോ നോക്കിയിട്ട് അച്ഛൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടേക്ക് ദേവയാനി വരുന്നുണ്ട്. എന്താ നിങ്ങൾ ഈ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ദേവയാനി? നീ ഈ ഫോണിൽ ഈ ഫോട്ടോ നോക്കിയേ, നിനക്ക് എവിടെയെങ്കിലും പരിചയമുള്ളതായിട്ട് തോന്നുന്നുണ്ട് ഇയാളെ? ഇയാളെവിടെ കണ്ട പോലെ ഉണ്ടല്ലോ. നീ ഇത്ര പെട്ടെന്ന് മറന്നു ഇയാൾ ആരാന്ന്? ഇത് നമ്മുടെ നാഗേന്ദ്രനല്ലേ? അതെ, ജലജയുടെ ഭർത്താവ്. അതെ, നമുക്ക് അവരെ പെട്ടെന്നൊന്നും മറക്കാൻ പറ്റില്ലല്ലോ ദേവയാനി. അതെ, ഇത് അവൻ തന്നെയാണ്. ഇതെങ്ങനെ ഏട്ടൻ്റെ കയ്യിൽ കിട്ടി എന്ന് ചോദിക്കുമ്പോൾ, ഇത് ആദർശ് അയച്ചതാ, ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചിട്ട്. അതിന് നാഗേന്ദ്രൻ അവിടെ നിന്ന് പോകുന്ന സമയത്ത് ആദർശ് കുഞ്ഞിതായിരുന്നില്ലേ? അതെ, അവൻ എവിടെയൊക്കെ കണ്ടൊരു ഓർമ്മയുണ്ട്. അവൻ അന്ന് 10 വയസ്സായിരുന്നല്ലോ, അതുകൊണ്ട് അവൻ ഏറെക്കുറെയൊക്കെ ഓർമ്മയുണ്ട്. അവൻ എന്നോട് ചോദിച്ചു. എന്തായാലും എനിക്ക് തോന്നുന്നത് നമ്മൾ അന്വേഷിക്കുന്ന ആ ഒരു ശത്രു ഇയാളാണെന്നാണ് തോന്നുന്നത് ദേവയാനി എന്ന് പറഞ്ഞിട്ട് അത് നേരെ മുത്തശ്ശനെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. മുത്തശ്ശനോട് പറയുന്നുണ്ട്, ഇവനാണ് നമ്മുടെ മെയിൻ ശത്രു എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ മുത്തശ്ശന് മനസ്സിലായി, അപ്പോൾ അതന്നെ ഒളിഞ്ഞിരിക്കുന്ന നമ്മുടെ ശത്രു ഇത് തന്നെയാണ് എന്ന് മുത്തശ്ശന് മനസ്സിലാക്കുന്ന ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീർന്നു കേട്ടോ. അങ്ങനെ നാളെ ഈ മുത്തശ്ശൻ ഈ സംസാരിക്കുന്നതൊക്കെ തന്നെ നമ്മുടെ നവ്യ കേൾക്കുന്നുണ്ട്. നവ്യ എഴുന്നണ്ടെങ്കിൽ നാഗേന്ദ്രൻ, അപ്പൊ അയാൾ തന്നെ കിങ് ഓഫ് കോബ്ര. ഇത് തന്നെ വെറുതെ അല്ല അബിക്ക് ആ ജ്വല്ലറി വലിയൊരു സ്ഥാനം കിട്ടിയേക്കണത്. സ്വന്തം അച്ഛൻ്റെ ജ്വല്ലറി അല്ലേ, അതുകൊണ്ട് അവൻ അവിടുത്തെ മാനേജറാക്കിയത്. ആ ഡേവിഡ് എന്ന് പറഞ്ഞ ആള് പോലും ഇവന്റെ മുമ്പിൽ ഓക്കാനിച്ചല്ലേ നിൽക്കുന്നത്. അതിനുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോഴാണ് മനസ്സിലായത്. ഇപ്പം എനിക്കൊരു കാര്യം മനസ്സിലായി. അപ്പം അവള് ആ അവന്തികയെ ലോകൂടായ്പാണ്. അവളുടെ അച്ഛനെ പോലെ തന്നെ അവള് മാറിയിരുന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെ, ഇനി അവളെ സൂക്ഷിക്കേണ്ടതുണ്ട് എന്ന് വിചാരിക്കുകയാണ്. ശേഷം നവ്യ അപ്പം തന്നെ കൂട്ടുകാരനെ വിളിക്കണ്ടേ, എടി നീ ആദർശിൻ്റെ മൊബൈലിലേക്ക് ഇപ്പം തന്നെ ഒരു മെസ്സേജ് അയക്കണം. എന്ത് മെസ്സേജ് അടി അയക്കേണ്ടത്? അതെ, കിങ് ഓഫ് കോബ്ര നാഗേന്ദ്രൻ, അത്ര മാത്രം അയച്ചാൽ മതി എന്ന് പറയാണ്. ശരിയടി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ കൂട്ടുകാരി അപ്പോൾ തന്നെ ആദർശിന് മെസ്സേജ് അയക്കാട്ടോ. കിങ് ഓഫ് കോബ്ര ഇസിക്കൽ ടു നാഗേന്ദ്രൻ എന്ന് പറഞ്ഞിട്ട് അത് നമ്മുടെ ആദർശ് കാണുന്നുണ്ട്. അതെ, ഇത് അയാൾ തന്നെ, കിങ് ഓഫ് കോബ്ര നാഗങ്ങളുടെ രാജാവ് നാഗേന്ദ്രൻ. അപ്പോൾ നയനെ നമ്മളെ ഉദ്ദേശിച്ച ആൾ തന്നെയാ ഈ നാഗേന്ദ്രൻ. ഇയാൾ തന്നെയാ നമ്മുടെ ശത്രു. പക്ഷെ ആളെ കണ്ടുപിടിക്കാൻ കുറച്ച് പാടാണെന്ന് എനിക്കും തോന്നുന്നത്. നയനെ പറയുന്നുണ്ട്. അതെ, പക്ഷെ ആദർശിട്ട എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന വേറൊരു കാര്യമാണ്. എന്താ നയനെ? അല്ല, നമ്മളിക്കർ കറക്റ്റായിട്ട് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു തരികയും നമ്മളെ സഹായിക്കുകയും ചെയ്യുന്ന ആ വ്യക്തി അതാരായിരിക്കും എന്ന് ചോദിക്കുകയാണ്. ആദർശ് പറയുന്നുണ്ട്, അതാരാന്ന് എനിക്കറിയില്ല, പക്ഷെ നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്ന ആരുമാണ് നമ്മുടെ അച്ഛനമ്മമാരെ പോലെ നമ്മളെ സ്നേഹിക്കുന്ന ഏതോ ഒരാൾ എന്നിങ്ങനെ പറയാണ്. നയൻ ഇങ്ങനെ ആലോചിക്കണ്ടേ, അല്ല സേവിയറിനോട് ആ നമ്പർ കൊടുക്കുകയാണെങ്കിൽ, വരുന്ന മെസ്സേജിലെ നമ്പർ കൊടുക്കുകയാണെങ്കിൽ അറിയാൻ പറ്റില്ല ആരാണെന്ന്. അതിന് വരുന്ന നമ്പറിൻ്റെ മെസ്സേജ് ഞാൻ സേവിയറിൻ്റെ കയ്യിൽ കൊടുത്തിരുന്നു. അതിനിടയ്ക്ക് ഈ പല പ്രശ്നങ്ങൾ വരുന്നതുകൊണ്ട് ഞാൻ ആ കാര്യം ചോദിക്കാൻ മറന്നു. ഞാൻ ഇപ്പം തന്നെ സേവിയറിന് ചോദിച്ചു, ഒന്ന് അന്വേഷിച്ച് നോക്കാം എന്ന് പറയാണ്.
അങ്ങനെ ആദർശ് സേവിയറിനെ വിളിക്കുന്നുണ്ട്. എടാ, നീ എനിക്ക് ഒരു സഹായം കൂടി ചെയ്തു തരണം, നീ പറഞ്ഞോടാ ആദർശേട്ടാ എന്ന് പറയാണ് സേവിയർ കേട്ടോ. അത് വേറൊന്നുമല്ല, ഞാനേ കഴിഞ്ഞ ദിവസം ഒരു നമ്പർ തന്നില്ലേ എന്നെ സഹായിക്കുന്ന ഒരാളുടെ. തന്നിരുന്നു. അതിന്റെ കാര്യങ്ങൾ നീ ട്രാക്ക് ചെയ്തായിരുന്നോ? അതൊക്കെ എപ്പോഴേ ട്രാക്ക് ചെയ്തു. പിന്നെ അതിനെക്കുറിച്ചൊന്നും സാറ് ചോദിച്ചില്ലല്ലോ, അതാ ഞാൻ തരാതിരുന്നത്. ഞാനിപ്പോൾ തന്നെ തരാം എന്ന് പറഞ്ഞിട്ട് ആ പെൺകുട്ടിയുടെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ കൊടുക്കുകയാണ്. നയനെടുത്ത് പറയണ്ടേ, ഇത് നമുക്ക് പരിചയമില്ലാത്ത ഏതൊരു പെൺകുട്ടിയാണല്ലോ, പേര് കേട്ടിട്ട് എനിക്ക് പരിചയമൊന്നുമില്ല, തനിക്ക് പരിചയമുണ്ടോ എന്ന് ചോദിക്കുമ്പോഴേക്കും നയൻ ഇങ്ങനെ ആലോചിക്കുകയാണ്, ഈ പേര് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട്. നമ്മുടെ നവ്യേച്ചിയുടെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ ഇത്? അതെ, അവർ തന്നെ. നവ്യേച്ചിയുടെ കൂടെ ഈ കൂട്ടുകാരുടെ വീട്ടിൽ 2-3 പ്രാവശ്യം ഞാൻ പോയിട്ടുണ്ട്, അതേ അഡ്രസ്സ്. അതെ, അപ്പോൾ ആദർശേട്ടാ, നമ്മളെ മറിഞ്ഞിരുന്ന് സഹായിക്കുന്നത് നമ്മുടെ നവ്യേച്ചി തന്നെയാണ്. എനിക്ക് തോന്നണില്ല നവ്യാണെന്ന്. ആദർശേട്ടൻ എന്തിനാ നവ്യേച്ചിയുടെ ഇത്ര ശത്രുത വിചാരിക്കുന്നത്? ഏട്ടൻ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. നവ്യേച്ചി തന്നെയാണ് നമ്മളെ സഹായിക്കുന്നത്. എനിക്ക് തോന്നുന്നു നവ്യേച്ചി അബിയുടെ ചതിയെല്ലാം തന്നെ മനസ്സിലാക്കി കാണുമായിരിക്കും. അതുകൊണ്ട് നമ്മളെ മറിഞ്ഞു നിന്ന് സഹായിക്കണമെന്ന് നവ്യേച്ചി. അതായത് നമ്മളെല്ലാ കാര്യത്തിലും എന്തിന് ഈ ശത്രുവിനെ പോലും കണ്ടെത്താൻ നമ്മളെ സഹായിച്ചത് നവ്യേച്ചി തന്നെയാണ്. നയൻ എപ്പം ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്കും സംശയം തോന്നുന്നുണ്ട്, നവ്യ തന്നെയാണോ നമ്മളെ സഹായിച്ചതെന്ന്. അതെ, നവ്യേച്ചി തന്നെയാണ് സഹായിച്ചത്. ഈശ്വര, എൻ്റെ ചേച്ചി തന്നെയാണല്ലോ അവസാനം നമ്മളെ സഹായിച്ചത്. അതെ, അപ്പോൾ അന്ന് അമ്പലത്തിൽ നവ്യ വന്നത് നിനക്ക് ജനിക്കാൻ വന്ന കുഞ്ഞിനും പൂജ ചെയ്യാനാ. പിന്നെ ഇവിടെ ഓടി വന്നത് നിനക്ക് അപകടം പറ്റിയപ്പോൾ നിന്നെ കാണാൻ വേണ്ടി ഓടി വന്നതാ നവ്യ. അതെ, പിന്നെ അബിയുടെ കൂടെ സപ്പോർട്ടായിട്ട് നവ്യ എന്തിനാ ഇപ്പോഴും അവിടെ നിൽക്കുന്നത്? അത് ആദർശേട്ടന് ഇപ്പോഴും മനസ്സിലായില്ലേ? കാരണം നവ്യേച്ചി അബിയുടെ കൂടെ നിന്നാൽ മാത്രമേ അബിയുടെ ഓരോരോ നീക്കങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അങ്ങനെ മനസ്സിലാക്കിയിട്ടാണല്ലോ ഇതെല്ലാം തന്നെ നവ്യേച്ചി കണ്ടുപിടിച്ചത്. അത് നീ പറഞ്ഞ ശരിയാണ്. ഒരു കണക്കിന് നവ്യ സ്വഭാവം മാറിയ കാര്യം അവരോട് പറയാതിരിക്കണേന് നല്ലത്. നമ്മളും ഇപ്പം അതിനെക്കുറിച്ചൊന്നും നവ്യ എടുത്ത് ചോദിക്കേണ്ട നയനെ. അതെന്താ? അല്ല, നവ്യക്ക് അതൊരു ബുദ്ധിമുട്ടാവും. പിന്നെ നവ്യയുടെ മനസ്സിൽ നമ്മളിപ്പോഴും ഇത് കണ്ടുപിടിച്ചില്ല എന്ന് തന്നെ ഇരുന്നോട്ടെ. നമ്മളെ സഹായിക്കല്ലേ നവ്യക്ക് എന്തൊരു കാര്യമുണ്ടെങ്കിൽ നമുക്കതിൽ ഇടപെടാം. അത് തന്നെയാണ് ആദർശേട്ടൻ നല്ലത്. നവ്യേച്ചയായിട്ട് തന്നെ സത്യങ്ങളൊക്കെ നമ്മളോട് പറയട്ടെ, നമ്മളായിട്ട് ഇപ്പോൾ ഒന്നും അന്വേഷിച്ചു പോകണ്ട എന്നിങ്ങനെ പറയണം. അങ്ങനെ നയനക്ക് ഭയങ്കര സന്തോഷമാവട്ടെ, നവ്യാണ് ഇതൊക്കെ തന്നെ സഹായിക്കണേന്ന് പറഞ്ഞിട്ട്. നയനക്ക് ഇത് മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്നില്ല. നയന അപ്പം തന്നെ നന്ദുവിനെ വിളിക്കുകയാണ്. മോളെ, നീ വീട്ടിലാണോ? അതേ ചെറിയൊരു മേലുവേദന, ഞാനിന്ന് പോയില്ല. അത് നന്നായി മോളെ, ഇന്ന് നന്നായിട്ട് റെസ്റ്റ് എടുക്കുക. പിന്നെ നിന്റെ അടുത്തൊരു സന്തോഷവാർത്ത പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിളിച്ചത്. സന്തോഷ വാർത്തയോ? അതെന്താ? അതെ, നമ്മുടെ നവ്യേച്ചി നമ്മളായിട്ട് ഇടഞ്ഞു നിൽക്കുകയാണല്ലോ. അതെ, നമ്മൾ ചത്താലും നവ്യേച്ചിക്ക് ഇപ്പോൾ ഒരു കുഴപ്പമില്ലല്ലോ. അയ്യോ, അങ്ങനെയൊന്നും പറയല്ലേ മോളെ. നമ്മളീ സഹായിക്കണതൊക്കെ ആരാന്ന് നിന്റെ വിചാരം? ആരാ? അതേതൊരു അൺനോൺ നമ്പർ അല്ലേ? അതെ, ആ അൺനോൺ നമ്പറുകാരി ആരാന്ന് നിനക്ക് അറിയാവോ? അത് നമ്മുടെ സ്വന്തം നവ്യേച്ചിയാ. നവ്യേച്ചിയോ? അതെ, ആദർശേട്ട നമ്പറൊക്കെ ട്രാക്ക് ചെയ്തു. നവ്യേച്ചിയുടെ കൂട്ടുകാരത്തിൻ്റെ ഫോണിൽ നവ്യേച്ചിയാ ആ മെസ്സേജൊക്കെ അയക്കുന്നത്. ഈശ്വര, എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എനിക്കിപ്പോൾ തന്നെ നവ്യേച്ചിനെ കാണാൻ വേണ്ടി തോന്നുക. വേണ്ട മോളെ, ഇപ്പം പോകണ്ട. ഇപ്പം പോയാൽ നവ്യേച്ചിക്ക് അതൊരു ബുദ്ധിമുട്ടാവും. പിന്നെ അബിയും സത്യങ്ങളൊക്കെ മനസ്സിലാക്കും. നമ്മുടെ സ്നേഹം മനസ്സിൽ തന്നെ ഇരുന്നാൽ മതി എന്ന് നയനയും പറയാന്ന്. അപ്പോൾ ആ ഒരു ഭാഗമാണ് നമ്മൾ ഉടനെ കാണാൻ പോകുന്നത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ. ബൈ ബൈ.